നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് സജിത്തിനോടൊപ്പമാണ്. സജിത്ത് ആരാണെന്നല്ലേ? സജിത്ത് ഒരു ഫ്രഞ്ച് പൗരനാണ്, ഇല്ലേ? ഫ്രഞ്ച് പൗരനായ സജിത്ത്, മലയാളിയായ താങ്കൾ എങ്ങനെയാണ് ഫ്രഞ്ച് പൗരനായത്? അത് വലിയൊരു കഥയാണ്. എൻ്റെ അച്ഛൻ ഫ്രഞ്ച് പൗരനാണ്. ഇത് കേരളത്തിലെ മാഹി ഫ്രഞ്ച് കോളനി ആയിരുന്നല്ലോ പണ്ട്. ആ സമയത്ത് മാഹിയിലുള്ള എല്ലാവരും ഫ്രഞ്ച് പൗരന്മാരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ ഫ്രഞ്ച് മിലിറ്ററിയിൽ ജോയിൻ ചെയ്തിരുന്നു കുറേ വർഷം മുൻപ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്രഞ്ച് നാഷണാലിറ്റി ഒറിജിൻ, ജനിക്കുമ്പോഴേ ഫ്രഞ്ച് പാസ്പോർട്ട് കൂടിയാണ് ഞങ്ങൾ ജനിച്ചത്. ഓ ശരി. അപ്പോൾ എത്ര നാൾ നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിലും അല്ലെങ്കിൽ കേരളത്തിലുണ്ടായിരുന്നു? ഞങ്ങൾ നാട്ടിൽ തന്നെയാണ്. അതായത് ഞങ്ങൾ ലാസ്റ്റ് ചേട്ടന്മാരൊക്കെ ഇവിടെ ഫ്രാൻസിൽ ജനിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ ട്വിൻസ് ഉണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ സിസ്റ്ററും തലശ്ശേരി നാട്ടിലാണ്, കേരളത്തിലാണ് ജനിച്ചത്. ഓ ശരി. പിന്നെ സ്റ്റഡീസൊക്കെ മാഹി സ്കൂളിൽ, മാഹി കോളേജ്. അത് കഴിഞ്ഞ് ഏത് കോളേജാണ് മാഹിയിൽ? മാഹി കോളേജ്. ഓക്കെ. മാഹി സ്കൂൾ ജാൻചസ്, മാഹി കോളേജ്. അത് കഴിഞ്ഞ് പിന്നെ ബ്രണൻ കോളേജ് തലശ്ശേരി. BA പഠിച്ചു ബ്രണൻ കോളേജ്. ഓക്കെ. കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പോണ്ടിച്ചേരിയിൽ PDC മാഹി കോളേജ് പഠിച്ച്, പിന്നെ പോണ്ടിച്ചേരി പോയി കുറച്ച് ഫ്രഞ്ച് പഠിച്ചു. അതിനുശേഷം തിരിച്ച് നാട്ടിൽ വന്ന് ബ്രണൻ കോളേജ് ജോയിൻ ചെയ്തു. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളായിരിക്കുമല്ലോ. അതെ അല്ലേ? അതെ. കോളേജിലൊക്കെ അത്യാവശ്യം പ്രശ്നമൊക്കെ ഉണ്ടായി കാണുമല്ലോ. ബ്രണൻ കോളേജിൽ അതെ. ഞാൻ ഉള്ള സമയത്താണ് ബ്രണൻ കോളേജിൽ ആദ്യമായിട്ട് ABVPൻ്റെ കൊടി ഉയർത്തിയത്. ഓ അത് ശരി. ഞങ്ങൾ 3 കൊല്ലം അത് നിലനിർത്തിയിരുന്നു. അത് ശരി. അതെ. ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ABVP ആയി മാറിയോ? അതെ. അതായത് എൻ്റെ അമ്മയുടെ ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമാണ്. P. വിജയൻ എന്ന് പറയും. CPMൻ്റെ പഴയ, അതായത് പിണറായി വിജയനേക്കാൾ സീനിയറായിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ അങ്കിൾ എന്ന് പറയും, അമ്മൻ്റെ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം എനിക്ക് ഇഷ്ടമാണ് ആ സമയത്ത്. പിന്നെ ഞാൻ മാഹിയിൽ കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം RSS ആയതുകൊണ്ട്, രാഷ്ട്രീയമല്ല, RSS ഞാൻ രാഷ്ട്ര സ്വയംസേവക് സംഘ്, ഇതൊരു രാഷ്ട്രം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. രാഷ്ട്രത്തെ സേവിക്കുക എന്നുള്ളത് മാത്രമാണ് RSS എന്നുള്ള ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ BJP അല്ല, RSS ആണ്. രാഷ്ട്രത്തെ സേവിക്കാനുള്ള ആ ഒരു ഇതാണ്. അതെ. പക്ഷെ ശരിക്കും ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇതിലൊന്നും പോവാതെ ഇപ്പം ഫ്രാൻസിലോട്ട് ചേക്കേറാതിരുന്നെങ്കിൽ ഇവിടെ BJPയുടെ അല്ലെങ്കിൽ RSSൻ്റെ ഒരു കാൻഡിഡേറ്റ് ആകുമായിരുന്നില്ലേ? BJPൻ്റെ ആകുമായില്ല. RSS കാരനായിട്ട് നിൽക്കാൻ ഇഷ്ടമാണ്. BJP പൊളിറ്റിക്സ് ആയില്ലേ. പൊളിറ്റിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സ് എനിക്ക് അത്ര താല്പര്യമില്ല. അതായത് പൊളിറ്റിക്സ് എന്താ പറയുക, അതിന് ഒരു പൊളിറ്റിക്സിൻ്റെ ഒരു കള്ളക്കളിയൊന്നും താല്പര്യമില്ല. അതൊന്നും എനിക്ക് താല്പര്യമില്ല. ഓക്കെ. അപ്പം ശരിക്കും ഈ ഫ്രാൻസിലേക്ക് ചെന്നപ്പോൾ എങ്ങനെയാണ് അവിടെ ഫസ്റ്റ് ഈ മിലിറ്ററിയിലോട്ട് തന്നെ പോകാനുള്ള സാഹചര്യം? മിലിറ്ററിയിലോട്ട് പോകാനുള്ള സാഹചര്യം, ഞാൻ ഇവിടുന്ന് ബ്രണൻ കോളേജ് BA കഴിഞ്ഞ് എൻ്റെ അച്ഛനും എല്ലാവരും, അതായത് ഞങ്ങളൊരു മിലിറ്ററി പാരമ്പര്യമാണല്ലോ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും, എൻ്റെ ചേട്ടന്മാരെല്ലാവരും ഫ്രാൻസിൽ പോയ ഉടനടി മിലിറ്ററിയിൽ ജോയിൻ ചെയ്യും. അതിനുശേഷമാണ് ഞങ്ങൾ സിവിലിലേക്ക് വരാറ്. ഓക്കെ. അതൊരു പാരമ്പര്യം എന്ന് പറയാം. പിന്നെ ഒരു ഡിസിപ്ലിനും ഫ്രഞ്ച് സംസാരിക്കാനും ഒക്കെ ബെസ്റ്റ്. ഒന്ന് ഫ്രാൻസിനെ പറ്റി മനസ്സിലാക്കാനൊക്കെ നല്ലത് മിലിറ്ററി ചേർന്നതാണ് നല്ലത്. അതാണ് എനിക്ക് മനസ്സിലായതും. അതായത് നമ്മളൊരു രാജ്യത്ത് പുതിയതായിട്ട് പോകുന്ന സമയത്ത് രാജ്യത്തിനെ പറ്റി മനസ്സിലാക്കാനൊക്കെ നല്ലത് ഫ്രഞ്ച് മിലിറ്ററിയിലൂടെ ആ രാജ്യത്തേക്ക് കടന്നു ചെല്ലുക എന്നുള്ളതാണ്. ഓക്കെ. ഈ ഫ്രഞ്ച് മിലിറ്ററിയിലും പിന്നെ നമ്മുടെ നാട്ടിലും രണ്ട് സ്ഥലത്തും ജീവിച്ചു.
ഇല്ലേ? അപ്പം ഇതിൽ ഏറ്റവും ഇഷ്ടം ഏതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാം? അതായത് നാടും ഫ്രാൻസ് ആ അത് ഞാൻ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് ഈ ചോദ്യം. അതായത് ഒരു കുട്ടിക്ക് അമ്മയും അച്ഛനും ഉണ്ടാവുമല്ലോ. അച്ഛൻ്റെ നാട് അല്ലെങ്കിൽ അമ്മ ഇന്ത്യയും അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ഫ്രഞ്ചും നാളെ ഞാൻ രണ്ടും ഒരുപോലെ സ്നേഹമാണ്. ഈ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു ഫ്രഞ്ചുകാരനെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞൊരു ഫ്രഞ്ചുകാരനാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ വെളുത്ത് തൊടുത്ത് ഒരു ഹാൻഡ്സമായ ഒരു ഫ്രഞ്ചുകാരനായിരിക്കുമെന്ന്. ഇത് നമ്മളെ നാട്ടിൽ നിന്ന് ഒരു സാധാരണ അതെ അതെ. അത് ഇങ്ങനെയുള്ള ഏതെങ്കിലും അനുഭവം മുമ്പുണ്ടായിട്ടുണ്ടോ? അതെ അതെ അതെ. ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത്, ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് ഫ്ലൈറ്റ് അറ്റൻഡേഴ്സ് കാത്തു വെക്കും. ഒരു വെള്ളക്കാരൻ, ഫ്രഞ്ച് പാസ്പോർട്ട് വെള്ളക്കാരനെ കാത്തു വെക്കാറുണ്ട്. വന്നു കഴിഞ്ഞാലാണ് നമ്മളാണെന്ന് അറിയുന്നത്. നിങ്ങൾ ഫ്രഞ്ച് പാസ്പോർട്ടോടെ വന്നിരിക്കും. പക്ഷെ നല്ല സ്വീകരണമാണ്. കസ്റ്റംസിൽ എല്ലാവരും ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കും. എങ്ങനെയാണ് ഫ്രാൻസിലെത്തി, എത്ര വർഷമായി, നല്ല സ്വീകരണമാണ്. ഓക്കെ. എങ്ങനെയാണ് കൃഷിയിലോട്ട് ആകർഷണമായത്? കൃഷി ഞാൻ നാട്ടിൽ എന്നൊക്കെ നമ്മുടെ വീട്ടിൽ നാട്ടിലേ ഞാൻ വീടിൻ്റെ ചുറ്റുമുള്ള എല്ലാ പരിസരങ്ങളും കൃഷി ചെയ്യുക, പൂക്കൾ കുഴിക്കുക, ഇങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. അത് തന്നെ ഞാൻ ഇതുവരെ, അതായത് ഫ്രാൻസിൽ പോയിട്ട് മിലിറ്ററിയുള്ള സമയത്ത് മാത്രമേ ഞാൻ മിലിറ്ററി ക്യാമ്പ്, ഇതുവരെ ഫ്ലാറ്റിലൊന്നും താമസിച്ചിട്ടില്ല. അത് ആ ഒരു നാട്ടിൽ അതേ സെറ്റപ്പ് തന്നെ എനിക്ക് ഫ്രാൻസിൽ ഞാൻ തുടരുന്നു. ഒരു വീടും കുറച്ച് പറമ്പും. അതെൻ്റെ ഒരു എന്താ പറയണ്ടേ പാഷനാണ്. അവിടെ എന്തൊക്കെ കൃഷി ചെയ്തു ഈ ഫ്രാൻസിൽ ചെന്നിട്ട്? ഫ്രാൻസിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ബാക്കിൽ ഉള്ളി, അവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, പിന്നെ സ്പ്രിംഗ് ഓനിയൻസ്, പയർ വർഗ്ഗങ്ങൾ, ഒരുവിധം നമുക്കറിയുന്ന ഒരുവിധം എല്ലാ വീട്ടിലേക്ക് ആവശ്യം എല്ലാം ഉണ്ട്. പപ്പായ അങ്ങനത്തെ ഒന്നും വെള്ളമില്ല. സീസൺ വൈസാണ് അവിടെ. 3-4 മാസം മാത്രമേ ഒരു ആയുസ് ഉണ്ടാവുള്ളൂ. കാരണം നല്ല കാലാവസ്ഥ, തണുപ്പാണല്ലോ. ഇപ്പം മെയ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഏപ്രിൽ മെയ്യിൽ നമുക്ക് ഇത് വിത്ത് വിതറാം. അതിൽ പൊട്ടറ്റോസ് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ സമയത്ത്. പൊട്ടറ്റോസ് ഈ സമയത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പ്രാവശ്യം വിളവെടുക്കാം. അതായത് 3 മാസം കൊണ്ട് പൊട്ടറ്റോസ് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ പിന്നെ ഒരു 3 മാസം, 6 മാസം നമുക്ക് അവിടെ നല്ല കാലാവസ്ഥയാണ്. അപ്പം 3 മന്ത്. പിന്നെ പയർ വർഗ്ഗങ്ങളും അതുപോലെ തന്നെയാണ്. 3 മന്ത്സിൽ ഇപ്പം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യം വിളവെടുക്കാൻ പറ്റും. ശരി. പിന്നെ ഉള്ളി വർഗ്ഗങ്ങളെല്ലാം, ഉള്ളിൻ്റെ സ്പേസസ് ഉണ്ടല്ലോ, അതെല്ലാം വളരും. വഴുതിനിങ്ങ, ഒരുവിധമെല്ലാം നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഒരുവിധമെല്ലാം വരുന്നുണ്ട് അവിടെ. ഓക്കെ. ഈ വിവാഹം എപ്പോഴായിരുന്നു? വിവാഹം വളരെ ലേറ്റ് ആയിരുന്നു. ഞാൻ 10 years മിലിറ്ററി കഴിഞ്ഞ് അതിനുശേഷമാണ് ഭാര്യനെ സെലക്ട് ചെയ്യുന്നത്, കണ്ടുമുട്ടിയത്. സെലക്ട് ചെയ്യാൻ പറ്റില്ല അവിടെ. അവിടെ കണ്ടുമുട്ടി. ഇപ്പോൾ ഒരു 20 years ബാക്ക്. ഓക്കെ. 2 കുട്ടികളുണ്ട്. ആൺകുട്ടികളാണ്? 2 ആൺകുട്ടികളാണ്. ഓക്കെ. ഒരാൾ 15 years, ഒരാൾ 12 years പാസ്. ഓക്കെ. ഈ നമ്മൾ യാത്ര ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കേട്ടു ഈ പറയുന്നതിനിടയിൽ. അപ്പം ഏതൊക്കെ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്? കംപ്ലീറ്റ് യൂറോപ്പ്. 1 വർഷം മിലിറ്ററി കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് യൂറോപ്പ് ഞാൻ 1 വർഷം എൻ്റെ മിലിറ്ററിയുള്ള ഒരു ഫ്രണ്ട്സുമായിട്ട് ക്യാമ്പിങ്, ഒരു കാറിൽ ടെൻറ്റും എടുത്തിട്ട് 1 വർഷം ഇതായിരുന്നു ചെയ്തത്. ഭയങ്കരമായ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ അത് നല്ലൊരു എക്സ്പീരിയൻസ്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ? നമ്മൾ ഓരോ ഭാഗത്ത് പോകുന്നു, അവിടെ ക്യാമ്പ് ചെയ്യുന്നു, അവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നു, അത് കഴിക്കുന്നു, അവിടുത്തെ ആ ലോക്കലി ഉള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു അല്ലേ? സിറ്റിയിൽ ജസ്റ്റ് ഒരു ദിവസം പോയി വലിയ സിറ്റി നോക്കാനല്ലാതെ ഔട്ട്സൈഡ് സിറ്റി. ഓക്കെ. ഈ ഫ്രഞ്ച് മിലിറ്ററിയിലായിരുന്നപ്പോൾ എപ്പോഴെങ്കിലും യുദ്ധം ചെയ്തിട്ടുണ്ടോ? അതെ, യുദ്ധത്തിന് പങ്കെടുത്തിരുന്നു. ചാദ് എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ 95 ചാദ് ഒരു വാറുണ്ടായിരുന്നു. അതിനുശേഷം 95 ഡിസംബറിൽ കൊസോവോ എന്ന് പറഞ്ഞിട്ട് അവിടെ യുദ്ധം ചെയ്തിരുന്നു. പിന്നെ ലാസ്റ്റ് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ. ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് യുദ്ധം ചെയ്യുമ്പോഴേക്കും
ശരിക്കും ഫ്രഞ്ച് മിലിറ്ററിയിൽ കുറേ ആൾക്കാർ അതിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്നൊക്കെ ഒരു കേട്ടിട്ടുണ്ട്. അതെ. അത് ശരിക്കും പറഞ്ഞാൽ വാറെന്ന് പറയുമ്പോൾ ഫേസ് ടു ഫേസ്, അതായത് അങ്ങനെയാണല്ലോ വാറിൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത്. വാറെന്ന് പറയുമ്പോൾ അതെ, ശത്രുവിനെ നമ്മൾ ഇത് ചെയ്യാൻ പോകും. അതെ, ഒരു ആക്ഷൻ ആണല്ലോ അത്. പുറത്ത് ഫ്രഞ്ച് മിലിറ്ററി പുറത്ത് പോയിട്ട് വാർ ചെയ്യുന്നത് ഇപ്പോഴുള്ള ജിയോ പൊളിറ്റിക്കൽ പ്രശ്നം കൊണ്ടാണ്. അല്ലെങ്കിൽ ഫ്രാൻസ് ഓരോ മിലിറ്ററി നമ്മളെ രാജ്യത്തെ സംരക്ഷിക്കുക, കീപ്പ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ മിലിറ്ററിയിൽ നിന്ന് പുറത്ത് പോയത്. കാരണം നമ്മൾ ജിയോ പൊളിറ്റിക്സും വാറും രണ്ടും ഒരുമിച്ച് പോകേണ്ടതല്ല എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്, എൻ്റെ കാഴ്ചപ്പാട്. അതായത് പൊളിറ്റിക്സ്, എക്സ്റ്റേണൽ പൊളിറ്റിക്സ് നമ്മളെ ജീവൻ ഒരു പുറത്തുള്ള ഒരു രാജ്യത്തിന് വേണ്ടി ഇതിനാണ് കൊടുക്കുന്നത്. ഓക്കെ, അവിടെ അവരെ രാജ്യത്തെ ആൾക്കാർ വേണ്ടേ? തീർച്ചയായിട്ടും അതെൻ്റെ പോളിസിയാണ്. ഒരുവിധം എൻ്റെ മിലിറ്ററിയിലുള്ള ഞങ്ങൾ ഒരുവിധം എൻ്റെ ഫ്രണ്ട്സൊക്കെ അഫ്ഗാനിസ്ഥാൻ വാറിൻ്റെ സമയത്ത് അതിനുശേഷം ഞങ്ങൾ പുറത്തു പോയത്. ഓക്കെ, അതായത് ജിയോ പൊളിറ്റിക്കൽ വാറിനോട് ഈ നല്ല ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു സോൾജേഴ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഒരിക്കലും പറ്റില്ല. ഇത് അമേരിക്കൻ ഇപ്പം നടക്കുന്ന പൊളിറ്റിക്സ് തന്നെ, വാറിൽ തന്നെ അമേരിക്കൻസ് സോൾജേഴ്സ് ഒന്നും അവർക്ക് താല്പര്യമില്ല. കാരണം ഒരിക്കലും ഒരു സോൾജിയറും സ്വന്തം രാജ്യത്തിനല്ലാതെ വേറെ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സോൾജിയർ ഉണ്ടാകില്ല. ഇത് നമ്മൾ ഹയർ ചെയ്തിട്ട് എന്താ പറയണ്ടേ, നമ്മളൊരു മെർസനേഴ്സിന് മാതിരി നമ്മൾ ഹയർ ചെയ്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വാറ ചെയ്യുക എന്തിൻ്റെ ആവശ്യത്തിനാണ് എന്നുള്ളതാണ് എല്ലാ മിലിറ്ററിക്കാരും ചോദിക്കും. മിലിറ്ററിയിൽ ഒബീഡിയൻസ് ആണല്ലോ, അതുകൊണ്ട് നമ്മൾ അനുസരിക്കുന്നത് നല്ലത്. ഒന്നെങ്കിലും അനുസരിക്കുക, അല്ലെങ്കിൽ മിലിറ്ററി വിട്ട് പോവുക. രണ്ട് ഇതേ പറ്റുകയുള്ളൂ. ഇപ്പം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റ് ക്യാൻസലായാണ് ദുബൈയിൽ ഇത് ചെയ്തത് അല്ലേ? അപ്പം ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്താണ്, എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഇവിടെ ഇപ്പം വാർ എന്നൊക്കെ അങ്ങനെ വാറായിട്ടൊന്നും തോന്നുന്നില്ല. ഇവിടെ കുറച്ച് പൊട്ടുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതൊക്കെ. പക്ഷേ അമേരിക്കൻ മിലിറ്ററി, ഫ്രഞ്ച് മിലിറ്ററി ബേസുകളുണ്ട് ഇവിടെ. പൂർണ്ണമായിട്ട് എനിക്ക് അവരോട് എന്താ പറയണ്ടേ, അവരെ കഴിവിനെ എനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഒരു പേടിയില്ല. ഓക്കെ, വളരെ കാഷ്വലായിട്ട് എല്ലായിടവും പോകുന്നു വരുന്നു അല്ലേ? ഇവിടെ പക്ഷെ മിസൈലുകൾ പോകുന്നത് കണ്ടിരുന്നു, പക്ഷേ കുഴപ്പമില്ല, മേലെ വെച്ച് തന്നെ ഫിനിഷ് ചെയ്യും. എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ടോ? ഇപ്പം തന്നെ ഞാൻ വായിച്ചു 1200 മിസൈൽസ് ആൻഡ് ഡ്രോൺസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടത് വളരെ കുറവല്ലേ? തീർച്ചയായിട്ടും. അപ്പം അത്രയും കപ്പാസിറ്റി മിലിറ്ററി ഉണ്ട്. പിന്നെ ചിലതൊക്കെ ഓക്കെ വരും. അത് എനക്കിത് വാറൊന്നും തോന്നുന്നില്ല. ഇതിനെക്കാട്ടി വലിയ വച്ചുണ്ടായി നമ്മളെ വിഷുവിനല്ലോ, വിഷു പടക്കം പൊട്ടിക്കുന്ന അത്രയും ലാഘവമാണ് നമ്മളിവിടെ. അത്രയും ആൾക്കാരും മരിക്കുന്നില്ല നാട്ടിൽ. വിഷുവിനും എല്ലാ വിഷുവിനും അത്രയും ആൾക്കാർ ഹോസ്പിറ്റലാവും. അത്രയും ആവുന്നില്ലല്ലോ. അപ്പോൾ മിലിറ്ററി നല്ല പ്രൊഫഷണൽ മിലിറ്ററി. പ്രൊഫഷണൽ. അപ്പം ഏതായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു ചെറിയ ഇടവേളയിൽ നമ്മളടുത്ത് വരികയും നമുക്ക് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റിയില്ല. ഓക്കെ, വീണ്ടും നമ്മൾ കാണണം. തിരിച്ച് ഇനി വരുമ്പോൾ ഏതായാലും ഈ ദുബൈയിൽ വരണം. നമുക്ക് വീണ്ടും കുറേ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കാം, സംസാരിക്കാം. താങ്ക് യു.